നിന്റെ കയ്യിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങളൊക്കെ എവിടെയെന്നാ ചോദിച്ചത്? അമ്മ പറഞ്ഞിട്ട് ഊരി വെച്ചു. കാര്യം അതെന്നോടാണോ ചോദിക്കുന്നത്? അമ്മേ, വെറുതെ വഴക്കുണ്ടാക്കരുത്. വിടറി. അപ്പോഴേ ഞാൻ എന്റെ മോക്ക് കയ്യും മെയ്യും നിറയെ പൊന്നു കൊടുത്ത് വിട്ടതേ ഇട്ടോണ്ട് നടക്കാനാ, പെട്ടി വെച്ച് കൂട്ടാനല്ല. വീട്ടിൽ നിൽക്കുമ്പോഴും അതൊക്കെ വേണോ ഉഷേടമ്മേ? വേണം. എന്റെ മോളെ നല്ല അന്തസ്സായിട്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, അല്ലാതെ മറ്റുള്ളവരെ പോലെ ഇവിടുന്ന് വേണം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടല്ല അവിടെ കല്യാണം നടത്തിയത്. വേണ്ടാത്തതൊക്കെ എന്തിനാ ഉഷേടമ്മ പറയുന്നത്? പറയിപ്പിച്ച പറയും. ഒരു ഗതിയും പരഗതിയില്ലാത്ത കോലോത്ത് നിങ്ങൾ പെണ്ണെടുത്തതിന് എന്റെ മോളെന്ത് പഴിച്ചു? ഭാഗീരഥിയമ്മേ. ആ, എന്റെ പേര് ഭാഗീരഥി എന്ന് തന്നെയാ. ഓ, മൂത്ത വരവുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ചൊടിച്ചത് കണ്ടില്ലേ? കാശിന് ഗതിയുണ്ടെങ്കിൽ വേണ്ടതില്ല. പൊന്നില്ലാത്തവരെ ഇടാതെ നിൽക്കണം. എന്റെ മോക്ക് ആഭരണം വേണം. ഭാഗീരഥിയമ്മേ, പഴയതെല്ലാം മറന്നിട്ടോ നന്ദി ഇല്ലാഞ്ഞിട്ടോ പറയുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷെ ഞങ്ങളുടെ മരുമക്കളുടെ കുറ്റവും കുറവും പറഞ്ഞ് അവരെ അപമാനിക്കാനാണെങ്കിൽ വരരുത്. ആ, അതാണ് ഭംഗി. ഇല്ല, വരുന്നില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇനി ഞാൻ ഈ വീട്ടിൽ കാല് കുത്തൂല.